അധ്യക്ഷൻ സഖാവ് രവി, ഇവിടെ സന്നിധരായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ നേതാക്കൾ സഖാവ് എൻ മോഹൻദാസ്, സഖാവ് പി കെ സൈനബ, സഖാവ് ടി കെ ഹംസാക്ക, നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട അഭിനേത്രി നിലമ്പൂർ ഐഷാത്ത, വേദിയിൽ സന്നിധരായിട്ടുള്ള മറ്റ് നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മുടെ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ ഈ പൊതു സമ്മേളനം നമ്മളെ വിളിച്ചു ചേർത്ത സന്ദർഭം ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാകെ അതിശക്തമായ ഒരു യുദ്ധവിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ പ്രചരണ പരിപാടി സംഘടിപ്പിച്ച ദിനം കൂടിയാണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും അപകടകാരിയായ വംശഹത്യയുടെ വക്താക്കൾ ഇസ്രയേൽ ഗസയിലെ പാവപ്പെട്ട മനുഷ്യർക്കു നേരെ നടത്തുന്ന കൂട്ടക്കൊലയുടെ ഒരു വർഷം പൂർത്തീകരിക്കുന്ന ദിവസമാണിത്. ലോകമെമ്പാടുമുള്ള പുരോഗമനവാദികൾ, മനുഷ്യസ്നേഹികൾ ആ യുദ്ധം ഉയർത്തുന്ന മനുഷ്യത്വത്തിൻ്റെ വിഷയത്തെ, അക്രമോത്സുകമായ ആ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന അപകടത്തെ ആശങ്കയോടുകൂടി ഓർത്തെടുത്ത് ആ യുദ്ധം വിപുലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലോകഘടനയിലേക്ക് അപകടം വിതയ്ക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുവാനും ഇടതുപക്ഷ പാർട്ടികൾ മുൻകൈയെടുത്ത ദിനാചരണം കൂടിയാണിത്. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം വിപുലീകരിക്കുന്നതോടുകൂടി ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പം തന്നെ ഇസ്രായേൽ ആ യുദ്ധം തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഇറാനുമായിട്ടുള്ള യുദ്ധ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലാകെ സംഘർഷം ഉണ്ടാവാൻ പോകുന്നു എന്ന സ്ഥിതി വരുന്നു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ്. അത് ഇനിയും വിപുലീകരിച്ചപ്പെട്ടാൽ യൂറോപ്പിലാകെ തന്നെ അതുണ്ടാക്കുന്ന പ്രതിഫലനം ഉണ്ടാകും. അങ്ങനെ സാമ്രാജ്യത്വം അപകടകരമായ യുദ്ധോത്സുകമായ അതിൻ്റെ മുതലാളിത്താനുകൂല നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമാധാനത്തിന് വേണ്ടി, മനുഷ്യസ്നേഹത്തിന് വേണ്ടി, യുദ്ധങ്ങളില്ലാത്ത കാലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും യുദ്ധോത്സുകതയ്ക്കെതിരായ അതിൻ്റെ ആശങ്ക രേഖപ്പെടുത്തുകയും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭമാണ്.